അങ്ങനെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് കോമ്പറ്റീഷന്റെ ഫസ്റ്റ് റൗണ്ടിലെ ജിയങ്ങും ആ ചൈനീസ് ലേഡി ഷെഫും തയ്യാറാക്കിയ ഡിഷൊക്കെ ടേസ്റ്റ് ചെയ്യാനായി ഇരിക്കുന്ന ഹ്യോണിനെയും ചൈനീസ് ഒഫീഷ്യലിനെയും മറ്റുള്ളവരെയുമാണ്. ആദ്യം അവർ ടേസ്റ്റ് ചെയ്തത് ജിയങ്ങിന്റെ ഫുഡാണ്. പറയണ്ടല്ലോ, ജിയങ്ങിന്റെ ഫുഡ് കഴിക്കുമ്പോഴേ എപ്പോഴത്തെയും പോലെ അവർക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഫുഡിനെ പറ്റി ജിയങ്ങിനോട് ചോദിക്കുമ്പോൾ അവളത് എങ്ങനെയാണ് തയ്യാറാക്കിയത്, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അതിന്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ്, അത് ഹെൽത്തിന് ഏതൊക്കെ രീതിയിലാണ് ബെനിഫിറ്റ് ആവുന്നത് എന്നതൊക്കെ അവിടെ വിശദമാക്കുന്നുണ്ട്. ആ ഒരു ചൈനീസ് ഒഫീഷ്യൽ ആട്ടെ ഇതില് യാതൊരുവിധ യുണീക് ടേസ്റ്റ് എനിക്ക് തോന്നുന്നില്ല, എപ്പോഴോ കഴിച്ച ഫുഡ് പോലെ തന്നെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ജിയങ്ങിന്റെ ഫുഡിനെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യാനായി ശ്രമിക്കുമ്പോൾ ഹ്യോൺ അതിനെ എതിർക്കുന്നുണ്ട്. ഒരിക്കലും ഇതൊരു യുണീക് ടേസ്റ്റ് അല്ല എന്ന് പറയാനേ സാധിക്കില്ല, എനിക്കിത് അങ്ങനെ തന്നെ തോന്നുന്നു എന്ന് പറയുന്ന ഹ്യോണിന്റെ വാക്കുകളെ അവിടെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം ആളുകളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവർക്കൊക്കെ തന്നെ ആ ഒരു ഡിഷ് കഴിക്കുമ്പോൾ അത്രയേറെ ഇഷ്ടമാവുന്നുണ്ട്. മനഃപൂർവ്വം ഈ ഒരു ഒഫീഷ്യൽ അത് ഇല്ലാണ്ടാക്കാൻ നോക്കിയാലും അങ്ങനെ അങ്ങ് സമ്മതിച്ചു കൊടുക്കാൻ സാധിക്കില്ലല്ലോ. എന്തായാലും അടുത്തതായി അവർ അങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ആ ചൈനീസ് ലേഡി ഷെഫിന്റെ ഡിഷാണ്. അവരാകട്ടെ ജിയങ് തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു മുളക് പൊടിയൊക്കെ മോഷ്ടിച്ചെടുത്ത് അത് വെച്ചാണല്ലോ ഇവിടെ ഒരു ഡിഷ് കുക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആ ഒരു ഡിഷ് ടേസ്റ്റ് ചെയ്യുമ്പോഴേ അത് വളരെ യുണീക് ടേസ്റ്റായി അവിടെ ഉള്ളവർക്കൊക്കെ തോന്നുന്നുണ്ട്. കാരണം ഞാൻ മുന്നേ പലതവണ പറഞ്ഞു കണക്ക് തന്നെ അവിടെ എങ്ങും മുളക് പൊടി ഒന്നും ഒരു ഇൻഗ്രീഡിയന്റ് ആയി ഉപയോഗിക്കുക അല്ലെങ്കിൽ മുളക് ഉപയോഗിക്കുക എന്നതൊന്നും അത്ര സുപരിചിതമല്ലായിരുന്നു ആ കാലഘട്ടത്തിൽ. അവർക്ക് എരിവെന്ന ആ ഒരു രുചി അത്ര പരിചിതമല്ലാത്ത സമയമാണത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിഷ് ടേസ്റ്റ് ചെയ്യുന്ന ചൈനക്കാരൻ ഇത് വളരെ യുണീക് ടേസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. ആദ്യം അത് കഴിക്കുമ്പോൾ നല്ലൊരു എരിവിന്റെ എക്സ്പ്ലോഷർ വരുന്നുണ്ടെങ്കിലും പിന്നീട് അത് കഴിക്കും തോറും രുചികരമായ, കഴിക്കാൻ വീണ്ടും വീണ്ടും തോന്നിപ്പിക്കുന്ന ഒരു രുചിയിലേക്ക് ഇത് പോകുന്നുണ്ടായിരുന്നു. എങ്കിലും ആ ഒരു ഡിഷും നന്നായി തന്നെ ഇവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇന്നത്തെ ഇൻഗ്രീഡിയൻസ് എന്താണ്, ഈ ഡിഷിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇതിൽ ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് എന്നാ ഷെഫ് ഒരു പച്ചക്കള്ളം പറയുന്നുണ്ട്. എന്തായാലും ഇത് നമ്മുടെ ജിയങ് കണ്ടുപിടിച്ച അവളുടെ കയ്യിൽ നിന്ന് ഇവർ മോഷ്ടിച്ചെടുത്ത ഇൻഗ്രീഡിയന്റ് ആണല്ലോ, അത് മറച്ചു വെച്ചവരിങ്ങനെ ഒരു കള്ളം പറയുമ്പോൾ എന്തായാലും തന്റെ ഷെഫ് ഉണ്ടാക്കിയ ഫുഡ് വളരെ ടേസ്റ്റി ആണെന്ന് മാത്രമല്ല വളരെ യുണീക്ക് ആയുള്ള ഈ ഒരു ഡിഷ് തയ്യാറാക്കാനായി അവർ സ്വന്തമായ ഒരു ഇൻഗ്രീഡിയന്റ് പോലും കണ്ടുപിടിച്ചു. അതുകൊണ്ട് തന്നെ എന്റെ ഷെഫിന് വേണം കൂടുതൽ മാർക്ക് കൊടുക്കാനെന്നെല്ലാം ആ ഒരു ചൈനീസ് ഒഫീഷ്യൽ അവിടെ വാദിക്കുന്നുണ്ട്. അങ്ങനെ ഈ രണ്ടുപേരുടെയും ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത ശേഷം അവർക്ക് മാർക്ക് ഇടേണ്ട സമയമാണ്. ഹ്യോണും ആ ഒഫീഷ്യലും അവരുടെ ഓപ്പോസിറ്റ് ടീമിന് വേണം മാർക്ക് ഇടാൻ. അതായത് ഹ്യോൺ ചൈനീസ് ഷെഫിന് മാർക്ക് ഇടുമ്പോഴേക്കും ചൈനീസ് ഒഫീഷ്യൽ ആകട്ടെ ജിയങ്ങിന് വേണം മാർക്ക് ഇടാനായി. ഹ്യോൺ ആകട്ടെ കറക്റ്റ് ആ ഒരു ഫുഡ് ടേസ്റ്റ് ചെയ്ത് അവന് തോന്നിയ ഒരു ന്യായമായ മാർക്ക് ഇട്ട് കൊടുക്കുന്നു, ഒരു 8 മാർക്ക്. പക്ഷെ 10ലാണ് ആ മാർക്കെങ്കിലും വളരെ അന്യായമായി മനഃപൂർവ്വം ഹ്യോണിന്റെ ടീമിനെ തോൽപ്പിക്കാനായി വളരെ കുറഞ്ഞ മാർക്കായിട്ട് ഒരു 4 മാർക്കായി മാത്രമേ ആ ഒരു ചൈനീസ് ഒഫീഷ്യൽ ജിയങ്ങിന്റെ ഫുഡിന് കൊടുക്കുന്നുള്ളൂ. ഇവരിതങ്ങനെ കൊടുത്തിരിക്കുന്ന ആ ഒരു ഷീറ്റിൽ രേഖപ്പെടുത്തി അത് ഏൽപ്പിക്കുന്നത് സാങ്ങിനെയാണ്. സാങ് ആ ടീം മനഃപൂർവ്വം ആ ഒഫീഷ്യൽ ജിയങ്ങിന് മാർക്ക് കുറച്ചു കൊടുത്തിരിക്കുന്നത് കണ്ട് അത് ഹ്യോണിനെ അറിയിക്കുന്നുണ്ട്. അത് നേരിട്ട് പറയാതെ 4 മാർക്കാണെന്ന് ആംഗ്യം കാണിക്കുമ്പോൾ അത് കണ്ട് ഹ്യോൺ ആകെ അപ്സെറ്റ് ആവുന്നുണ്ട്. കാരണം ജിയങ്ങിന്റെ ഡിഷിന് ഒരിക്കലും 4 മാർക്ക് അല്ല അർഹിക്കുന്നത്. താൻ ആ ടീമിന് ന്യായമായ മാർക്ക് കൊടുത്തപ്പോൾ തന്റെ ടീമിനും അയാൾ ന്യായമായ മാർക്ക് തരണമെന്ന് ഹ്യോൺ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. മനഃപൂർവ്വം തോൽപ്പിക്കാനായി ഇങ്ങനെ ചെയ്തത് അതുകൊണ്ട് തന്നെ ഹ്യോണിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും രണ്ടുപേരും ഇട്ട മാർക്ക് അവിടെ ബാക്കിയുള്ളവരെ കാണിക്കാനായി റിവീൽ ചെയ്യാൻ ഒരുങ്ങുന്ന ആ ഒരു മൊമെന്റ് പെട്ടെന്ന് ജിയങ് അത് തടയാണ്. അവൾ ഇപ്പൊ ചെയ്യരുത് നിർത്താനായി പറഞ്ഞ് ഇടയിൽ കയറുന്ന ടീം ആ ചൈനീസ് ഒഫീഷ്യലിന് ദേഷ്യം വരുന്നുണ്ട്. ഇത് ഈ ഒരു മത്സരത്തിന്റെ ഭാഗമാണ്, ഓരോ റൗണ്ട് കഴിയുമ്പോൾ മാർക്ക് റിവീൽ ചെയ്യുന്നത്, അത് തടയാനായി നിങ്ങൾക്ക് എന്താ കാര്യമെന്നെല്ലാം ആ ഒഫീഷ്യൽ ദേഷ്യപ്പെടുമ്പോൾ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ആ ഷെഫിന്റെ ഡിഷ് ഒന്ന് ടേസ്റ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടെന്ന് ജിയങ് ഒരു ആവശ്യം അറിയിക്കുമ്പോഴേക്കും ആ ചൈനീസ് ഒഫീഷ്യൽ അതിനെ തടയുന്നുണ്ട്. അതിന്റെ ആവശ്യം എന്താണ്, എന്റെ ഷെഫിന്റെ ഡിഷ് നിന്റെ രാജാവും മറ്റു മന്ത്രിമാരും ഒക്കെ ടേസ്റ്റ് ചെയ്തല്ലോ, അതിൽ നീ ടേസ്റ്റ് ചെയ്ത ഒരു അഭിപ്രായം പറയേണ്ട കാര്യം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഒഫീഷ്യലിന്റെ തന്നെ സീനിയർ ഷെഫ് അതിൽ ഇടപെടുന്നുണ്ട്. ഈ ഷെഫിന്റെ അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നു, എനിക്കും അവരുടെ ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് അതൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അതേ കണക്ക് അവരും ഒരു ആവശ്യം അറിയിക്കുമ്പോൾ അതിലൊരു തെറ്റും തോന്നുന്നില്ല, അങ്ങനെ ഒരു അവസരം കൊടുക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നല്ല ആ ഷെഫ് പറയുന്നു. ആ ചൈനീസ് ഒഫീഷ്യലിന് ഒട്ടും തന്നെ താല്പര്യമില്ലെങ്കിലും സ്വന്തം ആള് തന്നെ അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ പിന്നെ അതിനെ എതിർക്കാൻ നിൽക്കുന്നില്ല, മനസ്സോടെ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ചൈനീസ് ഷെഫ് കൊറിയൻ ഷെഫായ ജിയങ് ഉണ്ടാക്കിയ ഡിഷും ജിയങ് ആ ചൈനീസ് ലേഡി ഷെഫ് ഉണ്ടാക്കിയ ഡിഷും ടേസ്റ്റ് ചെയ്യുന്നു. അത് ടേസ്റ്റ് ചെയ്യുന്ന ജിയങ് കൺഫേം ചെയ്യുന്നുണ്ട് താൻ സംശയിച്ച കണക്ക് ആ ഒരു വാസന വന്നപ്പോഴേ ഇവർ ആ ഒരു സ്പൈസിനെസിനെ പറ്റി പറഞ്ഞപ്പോഴേ താൻ സംശയിച്ച കണക്ക് തന്നെ ചില്ലി പൗഡർ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ അന്നത്തെ കാലത്ത് ചില്ലി പൗഡർ ഇല്ലാത്തത് കൊണ്ട് ഇവരെങ്ങനെ അത് യൂസ് ചെയ്തു? ഒപ്പം തന്നെ താൻ തന്റെ കോമ്പറ്റീഷന് വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്ന ചില്ലി പൗഡർ ലാസ്റ്റ് മിനിറ്റ് മിസ്സായെന്നും അറിയാൻ സാധിച്ചു. അതെവിടെ പോയി? അതായിരിക്കോ ഇവരെടുത്തിട്ടുണ്ടാവുക? എങ്കിൽ അതെങ്ങനെ ഇവർക്ക് കിട്ടിക്കാണും എന്നിങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ അവൾക്ക് ഉണ്ടാവുന്നു. എന്നാലും ആകെ സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്ന ജിയങ് അത് ചോദിക്കുന്നുണ്ട്. പറ, ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു ചില്ലി പൗഡർ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഞങ്ങൾ കോമ്പറ്റീഷന്റെ ഭാഗമായി ചില്ലി പൗഡർ തയ്യാറാക്കി വെച്ചിരുന്നു, പക്ഷെ അത് മിസ്സായെന്നാണ് അറിയാൻ സാധിച്ചത്. അതാണോ നിങ്ങൾക്ക് കിട്ടിയത്? എങ്കിൽ അത് എങ്ങനെ കിട്ടിയെന്നെല്ലാം ചോദിക്കുമ്പോൾ ആര് പറഞ്ഞു ഇത് നിങ്ങളുടേതാണെന്ന്? ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ചതാ, ഇത് എന്റെ ആണെന്നെല്ലാം ആ ലേഡി ഷെഫ് അതിനെ എതിർക്കുമ്പോൾ കള്ളം പറയണ്ട, ഇത് ഞാൻ തയ്യാറാക്കിയ ചില്ലി പൗഡർ ആണെന്ന് എനിക്ക് നന്നായി അറിയാവുന്ന എതിർക്കുന്ന ജിയങ് ആകട്ടെ ഹ്യോണിനോട് രാജാവിന് ഓർമ്മയില്ലേ അന്ന് മാർക്കറ്റിലേക്ക് എന്നെ ഇൻഗ്രീഡിയൻ
ഇൻഗ്രീഡിയൻസ് വാങ്ങാനായി അങ്ങ് നേരിട്ട് കൊണ്ടുപോയ സമയത്ത് ഞാൻ ആ മില്ലിൽ പോയി പൊടിച്ചെടുത്ത ചില്ലി പൗഡർ ആണിത്. ഇത് എന്റെ ഇൻഗ്രീഡിയന്റ് ആണ്, ഇവർ തെറ്റാണ് ഇതിൽ ചെയ്തിരിക്കുന്നതെന്ന് ജിയങ് പറയുമ്പോൾ അത് സത്യമാണെന്ന് അറിയാവുന്ന ഹിയോൺ ആ ഒഫീഷ്യലിനോട് ഉച്ചത്തിൽ സംസാരിക്കുന്നുണ്ട്. ദേ നോക്ക്, നിങ്ങളുടെ ടീം എന്റെ ടീമിന്റെ ഇൻഗ്രീഡിയന്റ് മോഷ്ടിച്ചിരിക്കുന്നു, എന്നിട്ട് അത് വലിയ ക്രെഡിറ്റിൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. എത്ര വലിയ തെറ്റാണിത്. അപ്പോ ന്യായമായ വിധി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടീം ഇതില് തോറ്റിരിക്കുന്നു എന്ന് വേണം വിധി വരാനെന്നെല്ലാം പറയുന്ന ടീം. ഇതെല്ലാം കേട്ട് നിന്നിരുന്ന ആ ഒരു സീനിയർ ഷെഫിന് എന്താണ് നടന്നതെന്ന് അറിയാലോ. തന്റെ കൂടെയുള്ള ഷെഫ് ഇത് മോഷ്ടിച്ചതാണെന്ന് അദ്ദേഹത്തിന് നന്നായി മനസ്സിലായിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഷെഫിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. നിനക്ക് നാണമില്ല ഒരു കോമ്പറ്റീഷനിൽ നേരായ രീതിയിൽ മത്സരിച്ച് വിജയിക്കണമെന്ന് ചിന്തിക്കാതെ എതിർ ടീമിന്റെ ഇൻഗ്രീഡിയന്റ് ഒക്കെ ഇങ്ങനെ മോഷ്ടിച്ചോണ്ട് വന്ന് വിജയിക്കണമെന്ന് വിചാരിക്കാൻ മാത്രം നീ തരം താണു പോയോന്നെല്ലാം അദ്ദേഹം ദേഷ്യപ്പെടുന്നു. ഈ ടീം ആ ലേഡി ഷെഫ് ഞാൻ മോഷ്ടിച്ചൊന്നുമല്ല, ഞാൻ നമ്മുടെ കയ്യിലുള്ള ഒരു ഇൻഗ്രീഡിയന്റ് അവർക്ക് കൊടുത്ത് അവരുടെ ആളായ ജേസൺ എന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് ചോദിച്ചു വാങ്ങിച്ചതാ, പകരത്തിന് പകരം എന്ന രീതിയിൽ, അല്ലാതെ മറ്റൊന്നും ഇല്ലാന്നെല്ലാം ആ ഷെഫ് പറയുമ്പോഴാണ് ജേസൺ ആണ് ഇവർ കണ്ടുപിടിച്ച ചില്ലി പൗഡർ എതിർ ടീമിനെടുത്ത് നൽകിയതെന്ന കാര്യം എല്ലാവർക്കും മനസ്സിലാവുന്നു. ആക്ച്വലി ഒരു ദിവസം കിച്ചണിൽ വന്നപ്പോൾ അത് ജിയങ് മാർക്കറ്റിൽ പോയ ടീം കിച്ചണിൽ വന്ന ഈ ചൈനീസ് ലേഡി ഷെഫ് അവിടെ മുളക് ഇണക്കാനിട്ടിരിക്കുന്നത് കാണുകയും ആദ്യമായി അത് കണ്ട് അതിലൊരു കൗതുകം തോന്നി അതിനെപ്പറ്റി മനസ്സിലാക്കുകയും ചെയ്തിരുന്നല്ലോ. പിന്നീട് ജേസണുമായി അവർക്ക് സംസാരിക്കാനായി ഒരു അവസരം കിട്ടിയപ്പോൾ ജേസൺ തങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കി ആൾക്ക് ചൈനയിൽ നിന്നുള്ള ഒരു ഇൻഗ്രീഡിയന്റ് കൊടുക്കുകയും തിരിച്ച് ആ ഒരു മുളക് ആവശ്യപ്പെടുകയുമായിരുന്നു. അങ്ങനെയാണ് ജേസൺ അത് കൊടുത്തത്. ജേസൺ പക്ഷെ മനസ്സിലെ ഒരു നേരും നെറിയും ഇല്ലാത്ത ആളായതുകൊണ്ടാണ് ആക്ച്വലി ഇങ്ങനെ ഒരു ആവശ്യം അവർ പറഞ്ഞപ്പോൾ അതിനെ സമ്മതിച്ചതും അല്ലെ. അത് മറ്റൊരു സത്യം. എന്തായാലും ഇവിടെ അങ്ങനെ ഈ ഒരു കാര്യം എക്സ്പോസ്ഡ് ആവുമ്പോൾ ഇത് കേട്ട് എല്ലാവരും ഞെട്ടിപ്പോയിരിക്കുന്നു. ഹിയോണാണെങ്കിൽ ദേഷ്യം വന്നിട്ട് വയ്യ. കാലിപ്പിൽ ഹിയോൺ ജേസനോട് ഈ കേട്ടതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ സത്യമാണെന്ന് പറയുന്ന ജേസൺ പക്ഷെ താൻ ഒരു ദുരുദ്ദേശത്തിലുമല്ല അത് ചെയ്തതെന്ന് അവിടെ അഭിനയിക്കുന്നുണ്ട്. ആക്ച്വലി ഈ മുളക് എന്ന സാധനം ഒന്നും നമുക്ക് എന്താണെന്നൊന്നും അറിയില്ലല്ലോ. പുതുതായി ഒരു ഇൻഗ്രീഡിയന്റ് കിച്ചണിൽ കണ്ടപ്പോൾ അതൊരു യൂസും ഇല്ലാന്ന് കരുതി ഇവർ ചോദിച്ചപ്പോൾ ശരി ഇവർക്ക് എന്തെങ്കിലും യൂസ് ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാവട്ടെ എന്ന രീതിക്ക് കൊടുത്തതേ ഉള്ളൂ. അത് നമ്മുടെ കുക്കിംഗ് കോമ്പറ്റീഷനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയന്റ് ആണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഒരിക്കലും നമ്മുടെ ടീമിനെ ചതിക്കാനോ വെട്ടിലാക്കാനോ ഞാൻ അങ്ങനെ ചെയ്തതുമല്ല. ഇതാണ് നടന്നതെന്ന് ജേസൺ അവിടെ ഒരു പച്ചക്കള്ളം പറയുന്നു. ഒരു ന്യായീകരണം വേണ്ട. നിങ്ങൾ ദുരുദ്ദേശത്തിലല്ല അത് ചെയ്തതെങ്കിൽ പോലും ഇങ്ങനെ ഒരു ആവശ്യം നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ അത് എന്നോട് വേണ്ടായിരുന്നോ ചോദിക്കാൻ? ഞാനല്ലേ നിങ്ങളുടെ രാജാവെന്നല്ല. ഹ്യൂൺ അതിൽ ഒട്ടും തന്നെ തൃപ്തനാവാതെ ദേഷ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഇതെല്ലാം കേട്ട് നിന്നിരുന്ന ആ ചൈനീസ് ചീഫ് ഷെഫ് ആകട്ടെ ഹ്യോണിനോടും ജിയങ്ങിനോടും ഒക്കെ മാപ്പ് ചോദിക്കുകയാണ് പബ്ലിക്കായി തന്നെ. എന്ത് തന്നെയാണെങ്കിലും എന്റെ കോ ഷെഫ് ചെയ്തത് വലിയ തെറ്റാണ്. നിങ്ങളുടെ ഇൻഗ്രീഡിയന്റ് ഒരിക്കലും അവർ യൂസ് ചെയ്യാൻ പാടില്ലായിരുന്നു. അതും ചോദിച്ച് മേടിക്കാൻ ഒട്ടും തന്നെ പാടില്ലായിരുന്നു. അവർ ആ ചെയ്ത തെറ്റിന്റെ പേരിൽ ശിക്ഷ ഏറ്റുവാങ്ങാനായി ഞങ്ങൾ തയ്യാറാണ്. അതിനായി ഈ ഒരു ഫസ്റ്റ് റൗണ്ടിൽ ഞങ്ങൾ തോറ്റതായി തന്നെ വിധി പ്രഖ്യാപിക്കണം. ഞങ്ങൾ ആ തോൽവി ഏറ്റുവാങ്ങാനും തുടർന്ന് മത്സരിക്കാനും തയ്യാറാണെന്നെല്ലാം ആ ഷെഫ് പറയുമ്പോൾ എല്ലാവരും ആ ഷെഫിലെ നേരിനെയും ആ ഒരു സത്യസന്ധതയും വളരെയേറെ പ്രശംസിക്കുന്നുണ്ട്. ഹ്യോണിന് പോലും ആ ഷെഫ് പറഞ്ഞതിൽ വളരെ ശരിയായുള്ള ഒരു കാര്യം തോന്നുന്നുണ്ട്. കാരണം ഈ ഒരു റൗണ്ടിൽ അവർ തോറ്റതായി തന്നെ പ്രഖ്യാപിക്കാം. സെക്കൻഡ് റൗണ്ട് തൊട്ട് അവരുടെ എബിലിറ്റിയെ തെളിയിക്കാനായി അവർ ശ്രമിക്കട്ടെ എന്ന രീതിക്ക് ഹ്യോണും അവിടെ സമ്മതിക്കുന്നു. പക്ഷെ ആ ചൈനീസ് ഒഫീഷ്യൽ അതിനെ സമ്മതിക്കുന്നില്ല. പിന്നെ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ അത് വിധിയായിട്ടൊന്നും കരുതാൻ സാധിക്കില്ല. ഇവിടെ ഞാനാണ് നിങ്ങളുടെ ഒഫീഷ്യൽ, അതുകൊണ്ട് ഞാൻ തീരുമാനിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം ഇടയിൽ കയറുന്നുണ്ട്. ഇവരുടെ ഇൻഗ്രീഡിയന്റ് എടുത്തൊന്നും പറഞ്ഞ് ഒരു ഡിഷ് ഒന്നും നന്നായി ഉണ്ടാക്കാനായി സാധാരണ ഒരാൾക്ക് കഴിയില്ലല്ലോ. എന്റെ ഷെഫിന് അത്രയും കഴിവുള്ളതുകൊണ്ടാണ് ആ ഒരു പുതിയ ഇൻഗ്രീഡിയന്റ് വെച്ച് അവർ നല്ലൊരു ഡിഷ് തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെ എന്റെ ഷെഫിന് കഴിവില്ലെന്ന് പറഞ്ഞ് അവരെ തോൽപ്പിക്കാനായി കഴിയില്ല. പിന്നെ എങ്ങനെ ആ ഒരു കാര്യത്തിന്റെ പേരിൽ എന്റെ ഷെഫിനെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും, തോൽപ്പിക്കാൻ സാധിക്കും എന്നെല്ലാം ആ ഒഫീഷ്യൽ അവിടെ എതിർക്കുമ്പോൾ അത് കേൾക്കുന്ന ഹ്യോൺ എങ്കിൽ നിങ്ങൾക്കും ഞങ്ങൾക്കും ന്യായമാകുന്ന ഒരു വിധി ഞാൻ പറയാം. ഈ ഒരു റൗണ്ടിൽ രണ്ടുപേരും ടൈ എന്ന രീതിക്ക് നമുക്ക് വിധി നൽകാം. അപ്പൊ പിന്നെ സെക്കൻഡ് റൗണ്ടും തേർഡ് റൗണ്ടും ആര് ജയിക്കുന്നു എന്നതിനെ നോക്കി നമുക്ക് റിസൾട്ട് പ്രഖ്യാപിക്കാം എന്ന് ഹ്യോൺ പറയുമ്പോൾ ആ ഒഫീഷ്യലിന് ആദ്യം അതിലൊന്നും ഒട്ടും സമ്മതം ഉണ്ടായിരുന്നില്ല. എങ്ങനെയും തന്റെ ടീമിനെ തന്നെ ഈ റൗണ്ടിൽ ജയിപ്പിക്കണമെന്നുണ്ടെങ്കിലും അതിനിപ്പോ ഒട്ടും സ്കോപ്പ് ഇല്ല. തീർച്ചയായും തന്റെ ടീമിനെ തോൽപ്പിക്കുന്നതിലും നല്ലത് ടൈ ആണ് എന്ന് ഉറപ്പിച്ച് അയാൾ അതിന്റെ മനസ്സോടെ അവിടെ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ഇനിയുള്ള റൗണ്ട്സ് വളരെ ക്രൂഷ്യലാണ്. ഇനി അടുത്ത റൗണ്ട് ഉടനെ ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്നവരൊക്കെ പിരിയുന്നുണ്ട്. ഈ ടീം ആ ലേഡി ഷെഫ് എത്തി ജിയങ്ങിന്റെ അടുത്ത് ചെയ്ത തെറ്റിന്റെ പേരിൽ സോറി പറയുമ്പോൾ സാറില്ല, അതൊക്കെ നമ്മൾ സംസാരിച്ച് ഞാൻ അവിടെ തന്നെ വിട്ടു, സാറില്ല എന്ന് ജിയങ്ങും ക്ഷമിക്കുന്നു. അന്യരാജ്യത്തെ ശത്രുവിനേക്കാൾ സ്വന്തം രാജ്യത്തുള്ള ശത്രുക്കളാണ് ഏറ്റവും വലിയ അപകടകാരി എന്ന് ജിയങ് അപ്പോഴേക്കും മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ ജിയങ്ങും അവളുടെ ടീമും രണ്ടാമത്തെ റൗണ്ടിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ആരംഭിക്കുന്നു. അവർ ആദ്യം തന്നെ ഇരുന്ന് ഡിസ്കസ് ചെയ്യാണ്. ആക്ച്വലി ചൈനീസ് ഷെഫ്മാർ ഉണ്ടാക്കുന്ന ആ ഒരു ഡിഷിന്റെ കാര്യമൊക്കെ ആലോചിച്ച് ഇവർക്ക് കുറച്ച് ടെൻഷൻ ഇല്ലാണ്ടില്ല. കാരണം പുതിയൊരു ഇൻഗ്രീഡിയന്റ് ആയിരുന്നു ചില്ലി പൗഡർ. എന്നിട്ട് അത് വെച്ച് വളരെ മനോഹരമായി തന്നെ ആ ഒരു ഡിഷ് ആ ഷെഫ് തയ്യാറാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ജിയങ്ങിനും കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്. കൂടാതെ ഈ സെക്കൻഡ് റൗണ്ട് ഇവരാകട്ടെ ചൈനക്കാരുടെ ഒരു ഡിഷ് ചൈനക്കാരുണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റിൽ ഉണ്ടാക്കി കൊടുക്കണം എന്നതാണല്ലോ അവിടെ മത്സരം. അതുകൊണ്ട് തന്നെ ടെൻഷൻ അല്പം കൂടുതലാണ്. ഇതേ ടീം ആ ചൈനീസ് ഷെഫുമാരും ഡിസ്കഷനിലായിരുന്നു. ഫസ്റ്റ് റൗണ്ടിൽ ഇവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ സെക്കൻഡ് റൗണ്ടിനെ എത്രത്തോളം സീരിയസ് ആയാണോ കാണേണ്ടത് അതിനേക്കാൾ സീരിയസ് ആയി സമീപിക്കുക എന്നതാണ് ഇപ്പോൾ ഇവരുടെ മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ കൊറിയക്കാരുടെ ഒരു ഡിഷ് ഏറ്റവും മനോഹരമായി എങ്ങനെ തയ്യാറാക്കാം എന്ന ഡിസ്കഷനിലായിരുന്നു അവർ. ഇവിടെ ഇങ്ങനെ ഈ ഷെഫുമാർ
അങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോഴേക്കും ഹിയോൺ അപ്പോഴും നടന്ന ആ ഒരു കാര്യത്തിന്റെ പേരിൽ ജേസനോട് ദേഷ്യത്തിലായിരുന്നു. എന്നോട് ഒരു ചോദ്യവും പറച്ചിലില്ലാണ്ട് എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ നീ ആ ഇൻഗ്രീഡിയന്റ് എടുത്ത് ആ ഷെഫുമാർക്ക് കൊടുക്കുന്നല്ല. ഹിയോൺ ദേഷ്യപ്പെടുമ്പോ ജേസൺ ഹിയോണിന്റെ മുന്നിൽ മുട്ടുകുത്തിക്കിടന്ന് ക്ഷമാപണം നടത്തുകയാണ്. അറിയാതെ പറ്റിപ്പോയതാ, ഇനി അങ്ങനെ ആവർത്തിക്കില്ല, ക്ഷമിക്കണമെന്നല്ല. എന്തായാലും അടിച്ചു മാറ്റിയ മുഴുവൻ ചില്ലി പൗഡറും ചൈനീസ് ഷെഫിന് നൽകിയിട്ടില്ലെന്നും ബാക്കി തന്റെ കയ്യിലുണ്ടെന്നും അത് തിരിച്ച് തങ്ങളുടെ ടീമിന് തന്നെ കൊടുത്തേക്കാമെന്നും ജേസൺ അവിടെ സമ്മതിക്കുന്നു. ഹിയോണിനെ ഏത് നിമിഷവും തട്ടിക്കളയാനായി പ്ലാനിങ് നടക്കുന്ന ഒരാളാണ് ജേസനെങ്കിലും ഹിയോണിന്റെ ദേഷ്യം അവൻ ആ ഏത് രീതിയിൽ അതിന് പ്രതികരിക്കും എന്നതൊക്കെ ജേസന് ഒരു ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ ഹിയോണിനെ എതിർത്തിപ്പോ നിന്നാല് ശരിയാവില്ല എന്ന് മനസ്സിലാക്കി ഹിയോണിന്റെ ദേഷ്യം എങ്ങനെയും അടക്കുക എന്ന രീതിക്കാണ് ജേസൺ അപ്പൊ അവിടെ പെരുമാറുന്നത്. ഇതേ ടീം ഇതറിയുന്ന മുത്തശ്ശിക്ക് ജേസൺ അബദ്ധത്തിലൊന്നും അങ്ങനെ ചെയ്യില്ല, മനഃപൂർവ്വം തന്നെ ഹിയോണിട്ട് പണി കൊടുക്കാൻ വേണ്ടി തന്നെ ജേസൺ അത് ചെയ്തതാണെന്ന് ഉറപ്പാവുന്നുണ്ട്. ഇതേ ടീം മോക്ജു അവൾക്ക് രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന ആ ഷെഫ് ഉണ്ടല്ലോ, ആളോട് മത്സരം നിർത്താനായി എന്തെങ്കിലും നിനക്ക് ചെയ്യാനുള്ള കഴിവുണ്ടോന്നൊക്കെ ഭയങ്കരമായി ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ടീം തനിക്ക് ഇതിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നില്ല എന്ന് ആ ഷെഫ് കൈ മലർത്തുമ്പോഴേക്കും മോക്ജു വിടുന്ന മട്ടില്ല. എത്രയും പെട്ടെന്ന് നമ്മുടെ ടീം തോക്കുന്ന രീതിക്ക് അവരുടെ കൂടെ നിന്ന് നീ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നിന്റെ ഫാമിലിയെ ഒന്നും നീ പിന്നെ കാണാനേ പോകുന്നില്ല, അവരെല്ലാം ഞാൻ കൊന്നുകളയുമെന്ന് മോക്ജു ഭീഷണിപ്പെടുത്തുമ്പോൾ അയാൾക്ക് ആകെ പേടിയാവുന്നുണ്ട്. തന്റെ കുടുംബത്തെ ഒന്നും ചെയ്യരുതെന്നും എത്രയും പെട്ടെന്ന് ടീം തോക്കുന്ന രീതിക്ക് എന്തെങ്കിലും കൂടെ നിന്ന് ചെയ്യാമെന്നും അയാൾ മോക്ജുവിന് വാക്ക് കൊടുക്കുന്നു. അങ്ങനെ എന്തായാലും നമ്മൾ പിന്നീട് അടുത്ത ദിവസം സെക്കൻഡ് റൗണ്ട് ആരംഭിക്കാൻ പോകുന്നതാണ് കാണുന്നത്. റൗണ്ടിന്റെ റൂൾസ് അറിയാലോ, കൊറിയക്കാര് ഒരു ചൈനീസ് ഡിഷും ചൈനീസ് ഷെഫുമാര് ഒരു കൊറിയൻ ഡിഷും ആണ് അവിടെ തയ്യാറാക്കേണ്ടത്. അങ്ങനെ കുക്കിംഗ് ചെയ്യുമ്പോഴൊക്കെ തന്നെ മുന്നേ പരിക്കേറ്റതിന്റെ ഒരു ബുദ്ധിമുട്ടുകൾ കയ്യിലുള്ളത് കൊണ്ട് ജിയങ് കുറച്ചധികം പ്രശ്നത്തിലാവുന്നുണ്ടെങ്കിലും അവൾ അതൊക്കെ സഹിച്ച് ചെയ്യാണ്. പക്ഷെ കുക്കിങ്ങിന്റെ അവസാന ഘട്ടം ആവുമ്പോഴേക്കും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു താറാവിനെ പീസ് ആക്കണം. ആ ഒരു ടീം കയ്യിലെ മുറിവും ബുദ്ധിമുട്ടുകളും ജിയങ്ങിന് സഹിക്കാനാവാതെ ആവുമ്പോൾ കൂടെയുള്ള ഷെഫിനോട് അതൊന്ന് നന്നായി സ്ലൈസ് ചെയ്യാൻ ജിയങ് ആവശ്യപ്പെടുന്നു. ഈ ഷെഫ് നന്നായി സ്ലൈസ് ചെയ്യുന്ന ഒരാളാണ്, താൻ കഴിഞ്ഞാൽ തന്റെ ടീമിൽ ഇയാളാണ് നന്നായി ഈ മീറ്റ് ഒക്കെ സ്ലൈസ് ചെയ്യുന്നത് എന്ന് അറിയാവുന്നത് കൊണ്ടാണ് ജിയങ് അങ്ങനെ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഈ ഷെഫ് ആകട്ടെ മോക്ജുവിന്റെ ആളാണ്. മോക്ജുവിന് കഴിഞ്ഞ ദിവസവും ടീമിനെ തോൽപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വാക്ക് കൊടുത്ത ആളുമാണ്. അതുകൊണ്ട് തന്നെ അയാൾ ആദ്യം ഒന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷെ മോക്ജുവിന് കൊടുത്ത വാക്കിനേക്കാൾ അയാളുടെ മനസ്സിൽ അപ്പോൾ ഉള്ളത് സ്വന്തം ടീം ജയിക്കണം, സ്വന്തം രാജ്യം ജയിക്കണം എന്ന ഒരു ചിന്തയാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ടീമിനെ തോൽപ്പിക്കാനായി മനസ്സില്ല. കണ്ടതുണ്ടം ആ ഇറച്ചി കട്ട് ചെയ്താൽ ഉറപ്പായും ടീം തോൽക്കുന്ന അറിയാവുന്ന അയാൾ പക്ഷെ ആ രീതിക്ക് ടീമിനെ തോൽപ്പിക്കാതെ, എന്നാൽ മോക്ജു താൻ മനഃപൂർവ്വം ടീമിനെ തോൽപ്പിക്കാഞ്ഞതാണെന്ന് മനസ്സിലാക്കാതെ എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ച് കയ്യിലുണ്ടായിരുന്ന കത്തിയെടുത്ത് പെട്ടെന്ന് കൈ ഒന്ന് മുറിക്കുന്നുണ്ട്. എന്റെ കൈ മുറിഞ്ഞതുകൊണ്ടാണ് എനിക്കൊന്നും ആ സമയത്ത് ചെയ്യാൻ സാധിക്കാതിരുന്നത് എന്ന രീതി മാറിയാല് മോക്ജുവിനും ഡൗട്ട് തോന്നില്ല, തന്റെ ടീമിനെയും തനിക്ക് തോൽപ്പിക്കേണ്ട അവസ്ഥ വരില്ല എന്ന് അയാൾക്ക് തോന്നുന്നു. എന്തായാലും അയാളും കൂടി പോയി കഴിഞ്ഞപ്പോ ഇനിയിപ്പോ ജീങ് തന്നെ കട്ട് ചെയ്യണം, വേറെ വഴിയില്ല. ജീങ്ങിന് പക്ഷെ കയ്യും വയ്യ. അവൾ എന്നാ ശരി കട്ട് ചെയ്യുന്ന മട്ടില് നിൽക്കുമ്പോഴേക്കും അവിടെ ഗിൽഗു ആ ഒരു ജോലി ഏറ്റെടുക്കുന്നുണ്ട്. കാരണം അവൾ അപ്പോഴേക്കും ഇതുപോലത്തെ മീറ്റ് ഒക്കെ കട്ട് ചെയ്യാനായി ട്രെയിൻ ചെയ്ത് നല്ലൊരു പെർഫെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവൾ അങ്ങനെ വളരെ മനോഹരമായി വേണ്ട രീതിയിൽ ആ ഒരു മീറ്റ് അവിടെ കട്ട് ചെയ്യുമ്പോഴേക്കും ഇത് കണ്ട് ജീങ് വളരെ ഹാപ്പി ആവുന്നു. കാരണം ജീങ് ഇവിടെ ഇല്ലാത്ത സമയമില്ല, പ്രഷർ കുക്കറൊക്കെ റെഡിയാക്കാൻ പോയ ആ ഒരു ടൈമില് ഈ മോക്ജുവിന്റെ ആളായ ഷെഫാണ് ഗിൽഗുവിനെ ഒരു ആവശ്യമില്ലാണ്ട് ടോർച്ചർ ചെയ്ത് ഇത് കട്ട് ചെയ്യാനായി പഠിപ്പിച്ചുകൊണ്ടേയിരുന്നത്. അവളെ അത് പഠിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ലാന്ന് ബാക്കി ഷെഫുമാര് പറഞ്ഞിട്ടും ഇയാൾ അത് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ആക്ച്വലി ഇതുപോലെ തനിക്ക് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ ജീങ്ങിനെ ഹെൽപ്പ് ചെയ്യാനായി ഗിൽഗുവിനെ കേപ്പബിൾ ആക്കണം എന്ന ഒരു കാൽക്കുലേഷനിൽ തന്നെയായിരുന്നു. എന്തായാലും അതിവിടെ നടന്നിരിക്കുന്നു. എന്തായാലും ഇയാൾ ഇങ്ങനെ ട്രെയിനിങ് ഗിൽഗുവിന് കൊടുക്കുന്നു എന്ന് പിന്നീട് മനസ്സിലാക്കിയ ജീങ്ങിനും എന്തെങ്കിലും ഒന്ന് മനസ്സിൽ കണ്ടിട്ടാണ് ഇയാൾ ഇത് ചെയ്തതെന്ന് അറിയാമായിരുന്നു. എന്തായാലും ആ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഉപകാരപ്പെട്ടല്ലോ എന്ന് അവൾ വളരെ പ്രൗഡ് ആവുന്നുണ്ട്. ഇവിടെ സെക്കൻഡ് റൗണ്ട് പുരോഗമിക്കുകയാണ്, ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. ശേഷം എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.